Good afternoon. Good afternoon, teacher. How are you? ഞാൻ ഇന്ന് വന്നിട്ടുണ്ട്. Fine. എന്തൊരു നാളായി കണ്ടിട്ട് ഗീത? Yes, teacher. എനിക്ക് ജോലി കിട്ടിയ കാര്യം ടീച്ചർ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാൻ ജിഷ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാൻ വേണ്ടിയിട്ട്. എന്റെ കയ്യിൽ നമ്പർ ഇല്ലാത്തതുകൊണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു എല്ലാ ടീച്ചേഴ്സോടും പ്രത്യേകം പറയണം, എല്ലാവരോടും ഞാൻ പറഞ്ഞതായിട്ട് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലേ? ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ജിഷ ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗീതയ്ക്ക് ജോലി എവിടെയാണ് ജോലി കിട്ടിയത്? എവിടെയാ? ഇവിടെ വീട്ടിന്റെ അടുത്ത് ഒരു 10 മിനിറ്റ്സേ ഉള്ളൂ ടീച്ചർ. അവിടെയാണ് കിട്ടിയത്. ആക്ച്വലി ഞാൻ ഇന്റേൺഷിപ്പിന് പോയതായിരുന്നു. പോയപ്പോ സാറിനോട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ട് ഇന്റേൺഷിപ്പിന് വന്നതാണ്, ഇവിടെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ സാർ പറഞ്ഞു ചെയ്യാം, പിന്നെ ഇവിടെ നമ്മൾക്കൊരു ടീച്ചർ ആവശ്യമുണ്ട്, പിന്നെ ടീച്ചറായിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഒരു എന്താ പറയാ യാദൃശ്ചികമായിട്ട് പെട്ടെന്ന് വിചാരിക്കാതെ കിട്ടിയതായിരുന്നു. ഇപ്പൊ ഞാൻ 1 വീക്കായി ടീച്ചർ. ലാസ്റ്റ് മൺഡേ ആണ് ജോയിൻ ചെയ്തത്. പിന്നെ LKG UKGയുടെ ക്ലാസ് ടീച്ചർ ആയിട്ടാണ് എന്നെ അപ്പോയിന്റ് ചെയ്തത്. പക്ഷെ അവർക്ക് ഒരു 2 ദിവസം കൊണ്ട് തന്നെ എന്നെ നല്ല ഇഷ്ടമായി. അപ്പൊ 1st to 4th വരെയുള്ള ക്ലാസ്സിലേക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലേ, സന്തോഷമായി. എന്തായാലും ഞാൻ കണ്ണൂര് വന്നിട്ടുണ്ടായിരുന്നു. എപ്പോ ടീച്ചർ? ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്നെ ടീച്ചറോട്ട് നമ്പർ വാങ്ങിച്ചിട്ട് വിളിക്കണം. ഇല്ല, അതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഷാനിലൊക്കെ കേറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഗീത അന്വേഷിച്ചു. ഞാനൊരു വെള്ളിയാഴ്ചയാണ് വന്നത്. ബുധനാഴ്ച ക്ലാസ്സിൽ കയറിയപ്പോ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഗീത എവിടെ. അപ്പൊ പറഞ്ഞു ഗീത ഇപ്പൊ കേറാറില്ലെന്ന് പറഞ്ഞു, ഇടയ്ക്കാണ് കേറുന്നതെന്ന് പറഞ്ഞു. നമ്പർ ഇല്ലല്ലോ വിളിച്ചു പറയാനായിട്ട്. അയ്യോ ടീച്ചർ, ഞാൻ അന്നേ പറഞ്ഞിരുന്നു ജിഷ ടീച്ചറോട് എന്റെ നമ്പർ ചോദിച്ചാല് ടീച്ചർ തരും, എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ എന്തായാലും വിളിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറശ്ശിനിയിൽ വന്നതാണോ ടീച്ചർ? പറശ്ശിനി? ഇല്ല. എന്റെ സിസ്റ്ററിന്റെ എൻഗേജ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താ പറയാ ചെക്കൻ കാണൽ എന്ന് പറയാം. സിസ്റ്ററിന് അവിടെ ഒരു ആലോചന വന്നു കണ്ണൂരിന്ന്. എവിടെയാണ് പ്രോപ്പർ പ്ലേസ്? എവിടെയാണ് ടീച്ചർ? കാർത്തികപുരം എന്ന് പറയും, ആലക്കോട്ട് കാർത്തികപുരം. ആലക്കോട്. കുറച്ച് നമ്മളുടെ ഇവിടുന്ന് കുറച്ച് ദൂരാണ് ആലക്കോട്. പോകാനുണ്ട്. അപ്പൊ അവിടെ ഞങ്ങള് കാണാൻ വേണ്ടി വന്നതാണ്. അധികം പേരൊന്നും ഉണ്ടായില്ല, ഞാനും അമ്മയും പിന്നെ വേറൊരു കസിൻ ചേച്ചി ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് കണ്ടിട്ട് ഇഷ്ടായോ? എന്താണ്? ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. അപ്പൊ ടീച്ചർ ഇനി ഇടക്ക് എന്തായാലും വരുമല്ലോ, അന്നേരം വാ. എന്തായാലും ഗീത ഒരു പ്രാവശ്യം വിളിക്കാം. ഞാൻ ടീച്ചറുടെ നമ്പർ മേടിച്ചു. ഓക്കെ ടീച്ചർ, എന്നാ ടീച്ചറുടെ അടുത്ത് നമ്പർ വാങ്ങിച്ചിട്ട് വിളിച്ചാൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. പ്രെയർ ആരാണ്? പ്രെയർ ആരെങ്കിലും ചെയ്യണം കേട്ടോ. ആരാ പ്രെയർ ചെയ്യാം? ആരില്ലെങ്കിൽ ഞാൻ ചെയ്യാം ടീച്ചർ. Good afternoon, everyone. Prayer. Dear God, thank you for this day. Bless my family, my friends, and the whole world. Fill our heart with love, peace, and kindness. Help us to stay happy, healthy, and strong. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ടെൻഡൻസീസ് ആണ് പറഞ്ഞത്. ഈ ഒരു 14 യൂണിവേഴ്സൽ ടെൻഡൻസീസില് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് റെപ്പിറ്റേഷൻ 2 പ്രാവശ്യമായിട്ട് വരുന്നെന്ന് പറഞ്ഞു. നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്താൽ അറിയാം അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ ഇല്ല കേട്ടോ. അപ്പോ ഒരു റെപ്പിറ്റേഷൻ അവിടെ വെട്ടിക്കളഞ്ഞിട്ട് കമ്മ്യൂണിക്കേഷൻ എഴുതാം. ഓക്കെ, പറഞ്ഞത് മനസ്സിലായോ? കാണുന്നുണ്ടോ നിങ്ങള്? 14 യൂണിവേഴ്സൽ ടെൻഡൻസീസിൽ 2 റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. 1, 2, പിന്നെ 8, 2 and 8. അതിനകത്ത് ഒരെണ്ണം വെട്ടിക്കളഞ്ഞിട്ട് കമ്മ്യൂണിക്കേഷൻ എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ ആണ് പറഞ്ഞത് അല്ലെ. 2 കാര്യങ്ങളും പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അടുത്തത് വരുന്നത് ഗ്രിഗോറിയസ്നെസ് പറഞ്ഞോ? പറഞ്ഞു മിസ്സേ. അത് പറഞ്ഞല്ലേ? ഓക്കെ, അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ ആണ് പറയാനുള്ളത്. എന്താണ് കമ്മ്യൂണിക്കേഷൻ? നമ്മൾ പറഞ്ഞതായിരുന്നു, ഒരു ചാപ്റ്റർ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അതിനു വേണ്ടിയിട്ട്. എന്താണ്
കമ്മ്യൂണിക്കേഷൻ എന്താണ്? നമ്മൾ മറ്റുള്ളവരോട് ആശയവിനിമയം നടത്തുന്നത്, കാര്യങ്ങൾ പറയുന്നത്. മറ്റുള്ളവരോട് ആശയവിനിമയം നടത്തുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെ? അതായത് ഇൻഫോർമേഷൻസ് നമ്മൾ പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ നോളജുകൾ പാസ് ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാ. പിന്നെ അതുപോലെ തന്നെ നമ്മള് പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എൻകോഡിങ്ങും ഡീകോഡിങ്ങും പഠിച്ചിട്ടുണ്ട്. എന്താണ് എൻകോഡിങ് ആൻഡ് ഡീകോഡിങ്? വാട്ട് ഈസ് എൻകോഡിങ് ആൻഡ് ഡീകോഡിങ്? എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻസിന് ആ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എൻകോഡിങ്. അത് സിമ്പിൾസ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സയൻസ് ആവാം. അങ്ങനെ യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്നതിനാണ് എൻകോഡിങ് എന്ന് പറയുക. അതുപോലെ അത് തിരിച്ച് ആ കമ്മ്യൂണിക്കേഷൻ, ആ ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നതിനെയാണ് ഡീകോഡിങ് എന്ന് പറയുക. ഓക്കെ. അപ്പോ ഇവിടെ രണ്ട് ഗ്രിഗേറിയസ്നെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഗ്രിഗേറിയസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള ഫീലിങ്സുകളൊക്കെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതിനെ നമ്മൾ ഗ്രിഗേറിയസ്നെസ് എന്നാണ് പറയുക. എന്നാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫോർമേഷൻസ്, നമ്മുടെ നോളജുകള് അത് മറ്റുള്ളവരുമായിട്ട് പാസ് ചെയ്യുന്നതിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഗ്രിഗേറിയസ്നെസ് എന്താണ്? നമ്മുടെ പ്രസന്റ് ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രിഗേറിയസ്നെസ് എന്ന് പറയാ. എന്നാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ നോളജ് പാസ് ചെയ്യുന്നതിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഓക്കെ. ഇപ്പൊ എൻകോഡിംഗ് ആയിട്ടും ഡീകോഡിംഗ്, പിന്നെ മെസ്സേജ്, അങ്ങനെ പലതരത്തിലുള്ള പ്രോസസ്സിലൂടെയാണ് എന്ത് പോകുന്നത്? കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് നിങ്ങൾ നോക്കുക, ആബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി. അതൊന്ന് നിങ്ങൾ ആദ്യം റീഡ് ചെയ്യുക കേട്ടോ, എന്നിട്ട് പറഞ്ഞു തരാം ഞാൻ. ആബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി. വായിച്ചു കഴിഞ്ഞവര് തമ്പ് ചെയ്യാം കേട്ടോ.
എന്താണ് ഫാത്തിമ വായിച്ചിട്ട് മനസ്സിലായത്? ആബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി. എന്താണ് ആബ്സ്ട്രാക്ഷൻ? അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മലയാളം മീനിങ് വേർതിരിച്ചെടുക്കുക. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാല് ജിജ്ഞാസ. Tendency to abstraction help us to understand our experiences of the environment and establish relationships between our experiences. നമുക്ക് ഒരു കാര്യത്തിനെ കുറിച്ചുള്ള അബ്സ്ട്രാക്ട് ചെയ്യാനുള്ള, വേർതിരിച്ചെടുക്കാനുള്ള ആ ടെൻഡൻസി നമ്മളുടെ എക്സ്പീരിയൻസും എൻവിറോൺമെന്റിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസും അതുമായിട്ടൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. Our tendency to be curious provide a creative desire to know the how and why of the things and events. നമ്മൾ എത്രത്തോളം ക്യൂരിയസ് ആവുന്നോ അതിനുള്ള ടെൻഡൻസി, അതായത് നമ്മൾ എത്രത്തോളം ഒരു കാര്യത്തിനെ കുറിച്ച് അത് അറിയാനായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നോ അതിനുള്ള ടെൻഡൻസി നമുക്ക് എന്താ പറയാ, നമ്മൾ എങ്ങനെയാണെന്നും എങ്ങനെ അത് ചെയ്യണം എന്നുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരും. To meet their survival, early man must be able to imagine and make abstraction. അവരുടെ എന്താ പറയുക, സർവൈവലിന് വേണ്ടിയിട്ട് പൂർവിക മനുഷ്യന്മാർക്ക് കാര്യങ്ങള് ഇമാജിൻ ചെയ്യാനും അതുപോലെ തന്നെ ആ ഇമാജിനേഷനെ വേർതിരിച്ചെടുക്കാനും അവർക്ക് കഴിയണമായിരുന്നു. Early men observed the horns of an animal and the image of sharp instrument for their own defense, or they saw the bird's nest and imagined the build-up of a shelter. പണ്ടത്തെ മനുഷ്യന്മാര് അവര് ഈ കൂർമ്മതയുള്ള മൃഗങ്ങളുടെ കൊമ്പുകൾ കാണുമ്പോൾ അത് വെച്ചിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതും, അതുപോലെ തന്നെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കാം എന്നുള്ളതും, പക്ഷികൾ കൂട് കൂട്ടുന്നത് കാണുമ്പോൾ ഷെൽട്ടർ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ അവര് ആലോചിച്ചെടുത്തു. സോ ദ ആനിമൽ for and imagined how to use it to keep warm. അതുപോലെ തന്നെ ആനിമൽ ഫർ എന്നാണെന്ന് തോന്നുന്നു കേട്ടാ. ഫർ എന്ന് പറഞ്ഞ ആനിമലിന്റെ ദേഹത്തുള്ള രോമം, അത് കാണുമ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ വാമായിട്ടിരിക്കാമെന്ന്, ചൂട് നമുക്ക് എങ്ങനെ അത് വെച്ചിട്ട് ഡ്രസ്സ് ഉണ്ടാക്കാവുന്ന കാര്യം അവർ കണ്ടുപിടിച്ചു. Together, abstraction and curiosity are the basis of that aspect of culture called pure science. അബ്സ്ട്രാക്ഷനും ക്യൂരിയോസിറ്റിയും ഒരുമിച്ചുള്ള ആസ്പെക്റ്റിനെയാണ് പ്യുവർ സയൻസ് എന്ന് പറയുന്നത്. ദിസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി എൻവിറോൺമെന്റ് കംപ്ലീറ്റ്സ് ദി ഫസ്റ്റ് ഇൻ കൾച്ചർ അഡാപ്റ്റേഷൻ. ഈ അണ്ടർസ്റ്റാൻഡിങ് ആണ്, എൻവിറോൺമെന്റിനെ കുറിച്ചുള്ള ഈ അണ്ടർസ്റ്റാൻഡിങ് ആണ് ആദ്യത്തെ കൾച്ചർ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. As an early man understands the environment, he makes modification to the environment for some prompt human benefits. ആദിമ മനുഷ്യൻ എങ്ങനെയാണോ എൻവിറോൺമെന്റിനെ മനസ്സിലാക്കിയത് അതുപോലെ തന്നെയാണ് ഹ്യൂമന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ മോഡിഫിക്കേഷൻസ് പ്രകൃതിയിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നതും. The second phase in cultural adaptation involves changes made to the environment in accordance with our understanding for durability and continuity. ഈ മാറ്റങ്ങൾ തുടർച്ചയായിട്ടും അതുപോലെ തന്നെ നിലനിൽക്കുന്നതായ മാറ്റങ്ങളിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു സെക്കൻഡ് ഫേസിലുള്ള കൾച്ചറൽ അഡാപ്റ്റേഷൻ. എൻവിറോൺമെന്റിന്റെ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ അത് നിലനിൽക്കുന്നതും തുടർച്ചയായിട്ടുള്ള രീതിയിലാവാൻ വേണ്ടിയായിരുന്നു സെക്കൻഡ് ഫേസിലുള്ള കൾച്ചറൽ അഡാപ്റ്റേഷൻ. ഓക്കെ, നന്നായിട്ട് പറഞ്ഞിട്ട്. അപ്പൊ ഫാത്തിമ PDF-ലുള്ള കാര്യം നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു. എല്ലാവരും കേട്ടല്ലോ? എല്ലാവരും കേട്ടില്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഓവറോൾ ഒരു എന്താ പറയാ കൺക്ലൂഷൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞുതരാം. അങ്ങനെയാണ് ഇത് പഠിക്കാനായിട്ട് എളുപ്പം, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു ഫിസിക്കൽ വേൾഡ് ഉണ്ടല്ലോ, ഈ ഒരു ഭൗതിക ലോകത്തിനപ്പുറം ചിന്തിക്കാനും അതുപോലെ തന്നെ മനസ്സിൽ പലതരത്തിലുള്ള ഐഡിയാസ് രൂപപ്പെടുത്താനുമുള്ള മനുഷ്യന്റെ കഴിവിനെയാണ് ആബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മനുഷ്യൻ ജീവിക്കുന്ന ആ ഒരു വേൾഡ് ഉണ്ടല്ലോ, അതിനപ്പുറം അവന് പലതരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിനും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഐഡിയാസ് രൂപപ്പെടുത്തുവാനുമുള്ള മനുഷ്യന്റെ കഴിവിനെ എന്ത് പറയുന്നു? ആബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് ചിലപ്പോ നമ്മൾ വിസിബിൾ ആവണമെന്നില്ല, അതായത് നമ്മള് ചിലപ്പോ അത് മുമ്പ് കണ്ടിട്ടുണ്ടാവണമെന്നില്ല നമ്മൾ ഈ മനസ്സിൽ രൂപപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നു, അതായത് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുന്നു. ദാറ്റ് ഈസ് അബ്സ്ട്രാക്ഷൻ. അതുപോലെ തന്നെ എന്താ പറയാ, ഇത് ആളുകളെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നതിലൂടെ, അല്ലെങ്കിൽ ഐഡിയാസ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകൾ, തോട്ട്സ് ഒക്കെ വരുന്നതിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്പേഴ്സ്, അതുപോലെ തന്നെ ലാംഗ്വേജ്, ടൈം എന്നിവ മനസ്സിലാക്കുന്നതിന്, അതായത് കുട്ടികളാണെങ്കിൽ അവർക്ക് ചില നമ്പേഴ്സ് മനസ്സിലാക്കുന്നതിന്, അതുപോലെ ഭാഷ, ലാംഗ്വേജ് പഠിക്കുന്നതിന്, ടൈം എത്രയാണെന്ന് മനസ്സിലാക്കുന്നതിനൊക്കെ എന്താണ് ആബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഫാക്ടർ ആണ് ഹെൽപ്ഫുൾ ആകുന്നത്. അപ്പൊ കുട്ടി വളരുന്നതിനനുസരിച്ച് ഈ ഒരു ടെൻഡൻസി എന്താണ് കൂടിക്കൊണ്ടേയിരിക്കും, ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. അതായത് ഓരോ സ്റ്റേജിലും ആബ്സ്ട്രാക്ഷന്റെ ആ ഒരു എത്രയാണ് ക്വാണ്ടിറ്റി വരുന്നത് കൂടുതലായിരിക്കും. ഇപ്പൊ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങള് ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ അവര് മനസ്സിലാക്കുന്നത് പോലെ ആയിരിക്കില്ല കുറച്ചുകൂടി മുതിർന്ന ആളുകൾ ചിന്തിക്കുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും. അപ്പോ ഏജ് അനുസരിച്ച് ഈ ആബ്സ്ട്രാക്ഷന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോ ഞാനിപ്പോ പറഞ്ഞ എന്താണ്, നമ്മുടെ ഫിസിക്കൽ വേൾഡ്, നമ്മുടെ ഭൗതിക ലോകത്തിനപ്പുറം കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ പറയാ ചിന്തിക്കാനും, അല്ലെങ്കിൽ ചില തോട്ട്സുകൾ രൂപപ്പെടുത്താനും, വിസിബിൾ അല്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയാ ആബ്സ്ട്രാക്ഷൻ എന്ന് പറയുക. ഈ ഒരു ആബ്സ്ട്രാക്ഷനിലൂടെയാണ് കുഞ്ഞുങ്ങൾ എന്ത് പഠിക്കുന്നത്, നമ്പേഴ്സ്, അതുപോലെ തന്നെ ടൈം, ലാംഗ്വേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിച്ച് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു ഇമാജിനറി, അതായത് ഒരു എന്താ പറയാ ഭാവനാത്മകമായിട്ടുള്ള ഒരു ലോകമില്ല. അതായത് കുറെ അധികം കാര്യങ്ങൾ, ഇപ്പൊ ഒരു കുട്ടിയോട് ഒരു കഥ എഴുതാൻ പറഞ്ഞാല്, എന്തെങ്കിലും ഒരു തീം കൊടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാല് കുട്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ആബ്സ്ട്രാക്ഷൻ ആണ്. അതായത് ആ കുട്ടിയുടെ ഭാവന അല്ലെങ്കിൽ ആ ഒരു ഇമാജിനേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആബ്സ്ട്രാക്ഷൻ. ക്ലിയർ ആണോ? മനസ്സിലായി? ഓക്കെ. നെക്സ്റ്റ് വൺ ക്യൂരിയോസിറ്റി ആണ്. എന്താണ് ക്യൂരിയോസിറ്റി? നമുക്ക് എല്ലാവർക്കും ഉള്ള ഒന്നാണ് അല്ലെ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. എന്താണ് എന്താണ് ആകാംക്ഷ, അറിയാനുള്ള ആഗ്രഹം. അതെ, അറിയാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ജിജ്ഞാസ, ആകാംക്ഷ, അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പോ ഈ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഇവിടെ കുട്ടികള് എൻവയോൺമെന്റിനെ എക്സ്പ്ലോർ ചെയ്യാനും അതിനെ പഠിക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനുള്ള സ്വാഭാവിക ആഗ്രഹം ഉണ്ടാവാറുണ്ട് കുട്ടികൾക്ക്. അതായത് കുട്ടികൾക്ക് അവരുടെ സറൗണ്ടിങ്സിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ എൻവയോൺമെന്റിൽ എന്താണ് നടക്കുന്നത്, ആരൊക്കെയാണ് എൻവയോൺമെന്റിൽ കാണാൻ സാധിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ എന്താ പറയാ ഒരു ബേർഡ് ഭയങ്കരമായിട്ട് ഒച്ചയുണ്ടാക്കുന്നത് കുട്ടി കാണുവാണെങ്കിൽ അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, അത് ആ ഒരു 100 കൂട്ടം ക്വസ്റ്റ്യൻസ് കുഞ്ഞിന് ഉണ്ടാവും അല്ലെ. ഒരു ബേർഡ്, ഇപ്പൊ ഞാൻ പറയും ഇപ്പൊ ബേർഡ് ഇപ്പോ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കണം, അപ്പൊ അത് ഏത് ബേർഡാണ്, എന്തിനാണ് അത് ശബ്ദം ഉണ്ടാക്കുന്നത്, എന്തുകൊണ്ടാണ് ശബ്ദം ഉണ്ടാക്കുന്നത്, അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ആരുടെ മനസ്സിലുണ്ടാവും, പലതരത്തിലുള്ള ഉണ്ടാവും അല്ലെ. അപ്പൊ ഇത്തരത്തിൽ എന്താ പറയാ നമ്മുടെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ള കുട്ടിയുടെ സ്വാഭാവിക ആഗ്രഹത്തെയാണ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് കുഞ്ഞുങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതും കുട്ടികളെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതും. അതായത് മുതിർന്നവരോട് എന്ത് ചോദിക്കും, ഇതിനെ കുറിച്ച് എന്താണ് ആ പക്ഷി എങ്ങനെ ചലിക്കുന്നത്, എന്തുകൊണ്ടാണ് അത് ശബ്ദം ഉണ്ടാക്കുന്നത്, അങ്ങനെ 100 കൂട്ടം ക്വസ്റ്റ്യൻസ് ആയിരിക്കും കുഞ്ഞ് ചോദിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു ടെൻഡൻസി, ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ടെൻഡൻസി മൂലം ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള പലതരം എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ, അന്വേഷണങ്ങൾ നടത്താനായിട്ട് ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ടെൻഡൻസി കുട്ടികളെ സഹായിക്കുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മോണ്ടിസോറി എഡ്യൂക്കേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ കുട്ടികളെ സ്വതന്ത്രമായി എക്സ്പ്ലോർ ചെയ്യാൻ അനുവദിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നൽകി എന്താണ് അവരുടെ ക്യൂരിയോസിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നു. മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഞാൻ ഈ പറയുന്നത്. അതായത് നമുക്കറിയാമല്ലോ, നിങ്ങൾക്ക് ഈ ഒരു ഇത് കഴിയുമ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ഏരിയ ആണ് ഉണ്ടാവുക. അപ്പൊ പ്രാക്ടിക്കൽ ഏരിയയിൽ കുറെ അധികം മെറ്റീരിയൽസ് ഉണ്ട് അല്ലെ.
സെൻസോറിയൽ മെറ്റീരിയൽസ് ഉണ്ട്, അങ്ങനെ കുറെ അധികം മെറ്റീരിയൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ മെറ്റീരിയൽസ് കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ എന്താണ് ആ മെറ്റീരിയൽസിന് ഉള്ളിലുള്ളത്, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും ഉണ്ടാകും, കുഞ്ഞുങ്ങളെ പോലെ തന്നെ നിങ്ങളാണ് അത് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ അത് എടുത്തു വെച്ച് എന്ത് ചെയ്യും, നന്നായിട്ട് ഒബ്സർവ് ചെയ്യും അല്ലെ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്, എന്താണ് ഇതിന്റെ പ്രയോജനം, കുഞ്ഞുങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് സഹായിക്കുന്നത്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാം. ദാറ്റ് ഈസ് ക്യൂരിയോസിറ്റി. ഓക്കെ, അപ്പൊ മോണ്ടിസോറി എഡ്യൂക്കേഷൻ അനുസരിച്ച് മോണ്ടിസോറി എഡ്യൂക്കേഷനിലെ മെറ്റീരിയൽസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നു, അവരുടെ താല്പര്യം വളർത്തുന്നു, അതുപോലെ തന്നെ കുട്ടികൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ക്യൂരിയോസിറ്റി. ഓക്കെ, മനസ്സിലായോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി. ഓക്കെ ആണോ? ആരും മിണ്ടുന്നില്ലല്ലോ. മനസ്സിലായില്ലേ പറഞ്ഞത്? മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരാനാണ് ചോദിക്കുന്നേ. ഡിഫറൻസ് എന്താന്ന് മനസ്സിലായില്ല, ഒന്നുകൂടെ പറയൂ. അതായത് ആബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് എൻവയൺമെന്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി എടുക്കുക, അതിനെ കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളതാണ് ആബ്സ്ട്രാക്ഷൻ. ക്യൂരിയോസിറ്റി എന്ന് പറയുമ്പോൾ ഒരു സാധനം നമ്മൾ കാണുമ്പോൾ, ഇപ്പൊ പക്ഷി ചലയ്ക്കുന്നത് അതെന്തുകൊണ്ടാണ്, പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ. ക്യൂരിയോസിറ്റി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്, എന്താണ് അതിന്റെ കാരണം, അങ്ങനെ പല ടൈപ്പിലുള്ള ചോദ്യങ്ങളാണ് കുഞ്ഞവിടെ ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ക്യൂരിയോസിറ്റി. ഹൗ, വെൻ, വാട്ട്, അങ്ങനെ നമ്മൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കില്ലേ, എന്തുകൊണ്ടാണ്, വൈ, അതുപോലെ വെൻ, എപ്പോഴാണ്, വാട്ട്, എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ക്യൂരിയോസിറ്റിയിൽ വരുന്നത്. ഒരു സാധനം കാണുമ്പോൾ അതെന്താണ്, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങള് കുട്ടികൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ മനസ്സിൽ നിന്ന് വരും. അതിനെ നമുക്ക് ക്യൂരിയോസിറ്റി എന്ന് പറയാം. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചറിയുന്നതാണ്. ഓരോ കാര്യങ്ങളും അന്വേഷിച്ചറിയുന്നതിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ ഫാത്തിമ? ഓക്കെ മിസ്. ഇനി നിങ്ങൾ ഇതൊന്ന് വായിക്കേട്ടോ. Calculation, repetition, concentration, self-control and work.
വായിച്ചു കഴിയുമ്പോ തമ്പ് ചെയ്യാട്ടോ. ഞാൻ ഇത് നമ്പർ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കോണ്ടാക്ട് നമ്പർ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമോ അല്ലെങ്കിൽ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. കണ്ടോ എല്ലാവരും? യെസ് മിസ്, താങ്ക് യു. ഓക്കെ. വായിച്ചു കഴിഞ്ഞായിരുന്നോ? തമ്പ് ചെയ്യൂട്ടോ വായിച്ചു കഴിഞ്ഞെങ്കില്. ഫാത്തിമ റീഡ് ചെയ്തോ? ഫാത്തിമ ഷമീറ റീഡ് ചെയ്തോ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
യെസ് മിസ്. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യട്ടോ. ട്രൈ ചെയ്തു. Calculation, repetition, concentration, self-control, and work. In order to survive, man had to have a means for carrying out this solution. നമ്മൾക്ക് ജീവിതം സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ലിങ്കിങ് ഇന്റലിജൻസ് ആൻഡ് കപ്പാസിറ്റി ഫോർ മാനിപ്പുലേഷൻ ബൈ ദ ഹാൻഡ്. നമ്മളുടെ ചെയ്യാനുള്ള കഴിവിനെയും നമ്മളുടെ ഇന്റലിജൻസിനെയും കൂടെ ലിങ്ക് ചെയ്തിട്ടാണ് ഈ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുന്നത്. Human intelligence and imagination could create an image in the mind. ഹ്യൂമൻ ഇന്റലിജൻസിനും ഇമാജിനേഷനും രണ്ടും കൂടെ നമ്മളുടെ മൈൻഡിൽ മനസ്സിൽ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദ ഹാൻഡ് കുഡ് ബ്രിങ് ഇമാജിനേറ്റീവ് തോട്ട് ഇൻ ടു റിലേഷൻ വിത്ത് ദി കോൺക്രീറ്റ് വേൾഡ്. ഈ ഇമാജിനേഷനെ റിയൽ വേൾഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൈകൾ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഹെൻസ് ദ ഏർലി മാൻ കുഡ് സീ ദാറ്റ് ദ ചെയർ വിത്ത് 2 legs കുഡ് നോട്ട് സ്റ്റാൻഡ്. അങ്ങനെയാണ് ആദിമ മനുഷ്യന് 2 കാലുകളുള്ള ഒരു കസേര ഒരിക്കലും നിൽക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്. Continuing manipulation and changing of these objects, they could report to the intelligence when it was in error. ഈ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങളിലേക്കുള്ള ഉരുത്തിരിച്ചു കൊണ്ടുവരുന്നത്, അതും ഒബ്ജക്ട്സിനെ ചേഞ്ച് ചെയ്യുന്നതും വഴി ഇന്റലിജൻസിൽ ഇറർ ഉണ്ടാകാം എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. The process of thinking could then become clear through a circular procedure from the mind to the hand to control what the mind had created and back to the mind. The process of thinking could then become clear. അങ്ങനെ തിങ്കിങ്ങിന്റെ പ്രോസസ്സ് കുറച്ചും കൂടെ ക്ലിയർ ആവുകയും ചെയ്തു. അങ്ങനെ ഒരു സർക്കുലർ പ്രൊസീജിയറിൽ മൈൻഡിൽ നിന്ന് കൈകളിലേക്കും കൺട്രോൾ കൊണ്ടുവരിക, അതുപോലെ തന്നെ കൈകളിൽ നിന്ന് മൈൻഡിലേക്ക് തിരിച്ചും കൺട്രോൾ കൊണ്ടുവരിക എന്നൊരു നിലപാട് അവിടെ എത്തി. ദിസ് ഫീഡ്ബാക്ക് യൂസിങ് തിങ്കിങ് ടു റിപ്പീറ്റ് മാനിപ്പുലേഷൻ and control of error makes possible the human search for accuracy and perfection. ഇങ്ങനത്തെ ഈ ഒരു സർക്കുലർ പ്രൊസീജിയർ കൊണ്ടുവന്ന ആ ഒരു ഫീഡ്ബാക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള മാനിപ്പുലേഷനിലേക്കും ഇറർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും മനുഷ്യനെ കൂടുതൽ ആക്യുറസിയും പെർഫെക്ഷനും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിച്ചു. ദ ടെൻഡൻസി ടു വർക്ക് ഈസ് ഇൻ ഇറ്റ് സെൽഫ് ജസ്റ്റ് എ ഡ്രൈവ് ടു അപ്ലൈ പേഴ്സണൽ ഇഫേർട്ട്. നമ്മൾ വർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് അത് സ്വന്തമായിട്ട് എടുക്കുന്ന ഒരു പേഴ്സണൽ ആയിട്ടുള്ള എഫേർട്ടാണ്. ബട്ട് അവർ വർക്ക് ഈസ് മെയ്ഡ് കോമ്പീറ്റന്റ് ബൈ മീൻസ് ഓഫ് 3 അസിസ്റ്റന്റ് ടെൻഡൻസീസ്. നമ്മുടെ വർക്ക് അതൊരു കോമ്പീറ്റൻസ് ആയി മാറുന്നത് 3 അസിസ്റ്റന്റ് ടെൻഡൻസീസ് വഴിയാണ്. വർക്ക് എന്ന് പറയുന്നതാണ് മെയിൻ ടെൻഡൻസി, അതിനെ കോമ്പീറ്റന്റ് ആക്കുന്നത് 3 അസിസ്റ്റന്റ് ടെൻഡൻസീസ് ആണ്. അതൊക്കെയാണ് റിപ്പിറ്റേഷൻ വിച്ച് പ്രൊവൈഡ്സ് ദി നെസസറി ഫീഡ്ബാക്ക് ടു അച്ചീവ് എക്സാക്ട്നെസ്. റിപ്പിറ്റേഷൻ എന്തിനാ ഹെൽപ്പ് ചെയ്യുക? അത് എക്സാക്ട്നെസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നെസസറി ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യും. രണ്ടാമത്തെ അസിസ്റ്റന്റ് ടെൻഡൻസിയാണ് കോൺസെൻട്രേഷൻ. അത് ഹെൽപ്പ് ചെയ്യുക വിച്ച് ഹെൽപ്പ് us focus on one step at a time on ഔട്ട് വർക്ക്. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിനാണ് കോൺസെൻട്രേഷൻ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ മൂന്നാമത്തെ അസിസ്റ്റന്റ് ടെൻഡൻസി ആണ് സെൽഫ് കൺട്രോൾ വിച്ച് അലൗസ് അസ് ടു ഡയറക്റ്റ് അവർ എഫേർട്സ് ടുവേർഡ്സ് ആൻ എക്സാക്ട് ഗോൾ. സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് കാര്യമാണോ ചിന്തിക്കുന്നത് അതിലേക്ക് നമ്മളുടെ എഫേർട്ടിനെ കറക്റ്റ് ഗോളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. Again, the primary object of our calculation and work is the assurance of our survival and community. പിന്നെയും പറയുകയാണ് നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ പ്രൈമറി ഒബ്ജക്റ്റിന്റെയും വർക്കിന്റെയും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവൈവൽ, നമ്മൾക്ക് തരണം ചെയ്യാനുള്ള ജീവിക്കണം എന്നുള്ളതും അതുപോലെ തന്നെ അതിനൊരു തുടർച്ച ഉണ്ടാവണം എന്നുള്ളതുമാണ് ബേസിക് ആയിട്ടുള്ള പ്രൈമറി ഒബ്ജക്റ്റ്. The byproduct of these 2 tendencies are a collection of artifacts and tools generally termed technology. ഈ കാൽക്കുലേഷന്റെയും വർക്കിന്റെയും ഫലമായിട്ടുണ്ടാവുന്ന ബൈ പ്രൊഡക്ട്സ് ആണ് ആർട്ടിഫാക്ട്സും ടൂൾസും. നമ്മളുടെ ഓരോ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ പുതിയ ടെക്നോളജി അങ്ങനെ ഉണ്ടാവുന്ന ബൈ പ്രൊഡക്ട്സ് ആണ്. ടെക്നോളജി ഈസ് ഓഫൺ ദി മോസ്റ്റ് ഒബ്വിയസ് ആസ്പെക്ട് ദാറ്റ് ഹെൽപ്സ് കൾച്ചർ. ടെക്നോളജി എന്ന് പറയുന്നത് നമ്മളുടെ കൾച്ചറിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. സിൻസ് ഇറ്റ് ഈസ് ഇൻ ദ ഇനീഷ്യൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് കൾച്ചറൽ അഡാപ്റ്റേഷൻ. കൾച്ചറൽ അഡാപ്റ്റേഷന്റെ ആദ്യത്തെ ഭൗതികമായ ഒരു പ്രൊഡക്റ്റ് ആണ് ടെക്നോളജി എന്ന് പറയുന്നത്. താങ്ക് യു ഫാത്തിമ.
അപ്പൊ നെക്സ്റ്റ് വരുന്നത് കാൽക്കുലേഷൻ ആണ്. കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് പറയാ, അതായത് നമ്മൾ മൊത്തം കാൽക്കുലേറ്റ് ചെയ്യാണല്ലേ ഇവിടെ. അതായത് ഇപ്പൊ സാധാരണ മനുഷ്യനാണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡെയിലി ലൈഫിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മളൊന്ന് പറഞ്ഞു, എന്തൊക്കെ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും? എന്തൊക്കെ കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ ഡെയിലി സ്പെൻഡ് ചെയ്യുന്ന മണി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറില്ലേ? ചെയ്യാറുണ്ടോ ഇല്ലയോ? ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട് അല്ലെ. നമ്മുടെ സ്വത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നു, പിന്നെ നമുക്ക് ഗോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തില് മനുഷ്യൻ എന്താ ചെയ്യുന്നുണ്ട്? അവന്റെ ഡെയിലി ലൈഫിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യത്തിനും എന്ത് വേണം? കാൽക്കുലേഷൻ ആവശ്യമാണ്. അതിപ്പോ വലിയവരായിക്കോട്ടെ ചെറിയ കുഞ്ഞുങ്ങളായിക്കോട്ടെ എന്ത് ചെയ്യുന്നുണ്ട്? അവരും എന്ത് ചെയ്യുന്നുണ്ട്? കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ്, അവര് കൗണ്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് അവര് ക്ലാസ് റൂമിൽ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ മാത്സിന്റെ ഒക്കെ ക്ലാസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? കൗണ്ട് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഓരോ കാര്യങ്ങളും, ഒരു ആക്ടിവിറ്റീസ് ഒക്കെ അവർക്ക് കൊടുക്കുമ്പോൾ, മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കുമ്പോൾ അതിന്റെ സൈസ് അവർ മനസ്സിലാക്കുന്നു, അതുപോലെ കളർ മനസ്സിലാക്കുന്നു, ഷേപ്പ് മനസ്സിലാക്കുന്നു, അതുപോലെ ടൈം മനസ്സിലാക്കുന്നു, ഡിസ്റ്റൻസ് മനസ്സിലാക്കുന്നു, വെയിറ്റ് മനസ്സിലാക്കുന്നു. ഇതൊക്കെ കാൽക്കുലേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോ വലിയ മുതിർന്ന വ്യക്തികളാണെങ്കിൽ അത് അവരുടെ സ്വത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതുപോലെ ഗോൾഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളിലോട്ട് വരുമ്പോൾ അവർ പഠിക്കുന്ന, അതായത് അവരുടെ നമ്പേഴ്സ് കൗണ്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ സൈസ് മനസ്സിലാക്കുന്നു, കളർ മനസ്സിലാക്കുന്നു, ഷേപ്പ് മനസ്സിലാക്കുന്നു, അതുപോലെ തന്നെ ടൈം, ഡിസ്റ്റൻസ്, വെയിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ മോണ്ടിസോറി അപ്പാരറ്റസ് കുഞ്ഞിന് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബ്രൗൺ സ്റ്റെയർ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ബ്രൗൺ സ്റ്റെയർ, ഓക്കെ, ബ്രൗൺ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ അഡീഷൻ, അതുപോലെ സബ്സ്ട്രാക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സഹായിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്ത്? ബ്രൗൺ സ്റ്റെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എണ്ണം എന്ന് പറയുന്നത്, അതായത് അത് സ്റ്റെയർ ആയിട്ടാണ്. ബ്രൗൺ സ്റ്റെയർ എന്ന് പറഞ്ഞല്ലോ, സ്റ്റെയർ ആയിട്ടാണ്. 10 സ്റ്റെയറും ഒരു കൺട്രോൾ ഓഫ് എററാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മൊത്തം ടോട്ടൽ ആയിട്ട് നമുക്ക് അതിന് 11 എണ്ണം എന്ന് പറയാം. ഇപ്പൊ ബ്രൗൺ സ്റ്റെയർ എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാല് കുഞ്ഞത് ആദ്യം ചെയ്യുന്നത് അത് കൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ദാറ്റ് ഈസ് കാൽക്കുലേഷൻ. അതുപോലെ തന്നെ അതിന്റെ വെയിറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കും. അതായത് അത്യാവശ്യം ഒരു പിബോർഡ് ഷേപ്പാണ്, അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു സംഭവമാണ് അത് ബ്രൗൺ സ്റ്റെയർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വെയിറ്റ് മനസ്സിലാക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ അതിന്റെ എന്താ പറയാ ഷേപ്പ്, എന്താണ് അതിന്റെ ഷേപ്പ് എന്ന് മനസ്സിലാക്കാനായിട്ട് കുട്ടി തുടങ്ങും. അതുപോലെ തന്നെ അതിന്റെ ആകൃതി എന്താണ്, അതിന്റെ സൈസ് വരുന്നത്, ഷേപ്പ് വരുന്നത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ അതിന്റെ നിറം, കളർ എന്താണ്. ബ്രൗൺ സ്റ്റെയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബ്രൗൺ കളറാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ആ മെറ്റീരിയൽ, ഏത് മെറ്റീരിയൽ ആണ്, ഞാൻ എക്സാമ്പിൾ ആയിട്ട് ബ്രൗൺ സ്റ്റെയർ പറയുന്നതെന്നുള്ളൂ, ഏത് മെറ്റീരിയൽ ആണോ കുഞ്ഞുങ്ങളുടെ അടുത്ത് കിട്ടുന്നത് അതിന്റെ വ്യക്തമായിട്ടുള്ള അതിന്റെ നമ്പർ എത്രയാണ്, കൗണ്ട് ചെയ്യാൻ ആരംഭിക്കുന്നു. അതുപോലെ തന്നെ ആകൃതി മനസ്സിലാക്കുന്നു, ഷേപ്പ് മനസ്സിലാക്കുന്നു, കളറ്, വെയിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഇതിനെയാണ് നമുക്ക് എന്ത് പറയാ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഏതൊരു സാധനം കിട്ടിയാലും, ഇപ്പൊ വലിയ മനുഷ്യരായാലും ചെറിയ കുഞ്ഞുങ്ങളായാലും എന്ത് ചെയ്യുന്നുണ്ട്? കാൽക്കുലേഷൻ നടത്തുന്നുണ്ട്. അത് മനുഷ്യന്റെ ഒരു ടെൻഡൻസിയാണ് കേട്ടോ. കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും, ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിൽ കയറി 1:30ക്കാണ് ഈ ക്ലാസ്സിൽ കയറിയത്, നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു കാൽക്കുലേഷൻ ഉണ്ട് അല്ലെ? എപ്പോഴാണ് ഈ ക്ലാസ് കഴിയുക? കാൽക്കുലേഷൻ ഇല്ലാതെയാണോ നിങ്ങൾ കയറിയിരിക്കുന്നേ? No teacher, 2:30 till 2:30. ക്ലാസ് കഴിയും. ദാറ്റ് ഈസ് കാൽക്കുലേഷൻ. അപ്പൊ മനുഷ്യൻ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും കാൽക്കുലേഷനിലൂടെയാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളാവുമ്പോൾ നമ്മൾ ആ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന രീതി അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന മെറ്റീരിയൽസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുന്നത്. പക്ഷെ വലിയവരാകുമ്പോൾ അവര് എന്താ പറയാ, ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറും ചെയ്യുന്ന കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ്
റെപ്പിറ്റേഷൻ. ഓക്കെ, റെപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ? എന്താണ് റെപ്പിറ്റേഷൻ ഗീതേ? റെപ്പിറ്റേഷൻ എന്താണ്? ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നത്, അതിലൂടെ കുട്ടികളുടെ വളർച്ചയും ബുദ്ധിയും വികസിക്കും. അത് മാത്രമല്ല പ്രോപ്പർ ആയിട്ട് അവർക്കത് ലാസ്റ്റില് സക്സസ് ആക്കി എടുക്കാനും പറ്റും. അതായത് ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുക അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് താല്പര്യമുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കും അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് മൂവീസ് ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിക്കുക. ഓക്കെ, പ്രധാനപ്പെട്ട എന്താ പറയാ ചില ആക്ടേഴ്സ് ഉണ്ട് അല്ലെ? നമുക്ക് ഇഷ്ടപ്പെട്ട ചില ആക്ടേഴ്സ് ഉണ്ട്. മലയാളം മൂവീസിലായാലും ഹിന്ദി മൂവീസിൽ ഏത് മൂവീസ് എടുക്കാൻ തമിഴ്. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ആക്ടേഴ്സിന്റെ മൂവീസ് നിങ്ങൾ വീണ്ടും വീണ്ടും കാണാനായിട്ട് ശ്രമിക്കാറുണ്ടോ? വീണ്ടും വീണ്ടും കാണാറുണ്ടോ? എസ് ടീച്ചർ, ആക്ടർ ഇഷ്ടമായതുണ്ടല്ല, ചില സിനിമ കൂടുതൽ പ്രാവശ്യം കാണണം എന്നുള്ള ഒരു ഇത്. ഞാൻ അങ്ങനെ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ വന്ദനമായിരുന്നു. ആ കാലത്ത് ഞാൻ കുറേ ടൈംസ് കണ്ടിട്ടുണ്ട് വന്ദനം സിനിമ. ഫസ്റ്റ് ഇഷ്ടമല്ല, ആ ലാസ്റ്റ് പാർട്ട്. ഫസ്റ്റ് ഒരു ഇതുള്ളത് ഇഷ്ടമല്ല, അതിന്റെ ലാസ്റ്റ് ഭാഗം ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു തീം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ്, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്ട് അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീണ്ടും വീണ്ടും നമ്മളത് കാണാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെ? പിന്നെ നമ്മൾ ഹോട്ടൽസിൽ കയറുന്നുണ്ട് അല്ലെ? നമ്മൾ ഇടയ്ക്ക് ഹോട്ടൽസിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഹോട്ടലുകളിലെ ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണം? എന്തുകൊണ്ടായിരിക്കാം? ഒന്ന് നമ്മള് വീട്ടില് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കഴിച്ചിട്ട് ഒരു എന്താ പറയാ റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫ്രീ ആവും. പിന്നെ അത് മാത്രമല്ല നമ്മളുടെ ടേസ്റ്റിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കും അവരുടെ ടേസ്റ്റ്. അതെ, അപ്പോ എന്താ പറയാ ചിലപ്പോ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുതൽ ഉണ്ടാവാം. എന്താ പറയാ നമ്മളെ എപ്പോഴും സാധാരണ ആളുകൾ ചെയ്യുക, അതായത് ഒരു ഹോട്ടൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മിക്കവാറും അതിനകത്ത് തന്നെ കയറാനാണ് എപ്പോഴും ആളുകൾ താല്പര്യപ്പെടുന്നത്. കാരണം അവിടുത്തെ ഭക്ഷണം അത്രയധികം ഇഷ്ടമായതുകൊണ്ടായിരിക്കാം വീണ്ടും വീണ്ടും ആ ഹോട്ടലിനെ തേടി പോകുന്നത് അല്ലെ? അപ്പൊ ടേസ്റ്റ് കൂടിയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ആ ഹോട്ടലിന്റെ ഒരു പ്രത്യേകത ടേസ്റ്റ് കൂടുതലായിരിക്കും അവിടുത്തെ ഭക്ഷണങ്ങൾക്ക്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും വീണ്ടും അത് കഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു അല്ലെ? പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള കോഴ്സുകൾ പഠിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമകൾ ആവർത്തിച്ച് കാണുന്നു, ഇഷ്ടമുള്ള പാട്ട് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതൊക്കെ റെപ്പിറ്റേഷൻ ആണ്. അതായത് ഒരു ടെൻഡൻസിയാണ് മനുഷ്യന്റെ. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എന്തായിക്കോട്ടെ അത് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു, ആവർത്തിച്ച് കേൾക്കുന്നു. ഇഷ്ടപ്പെടാത്ത കാര്യം നമ്മൾ ചെയ്യില്ല കേട്ടോ. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, മനുഷ്യന്റെ എല്ലാവരുടെയും സ്വഭാവ സവിശേഷതയാണ്. ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ അത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു. ദാറ്റ് ഈസ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾക്കിപ്പോ ഇഷ്ടമുള്ള കാര്യം, നമ്മളിപ്പോ ക്ലാസ് റൂമിലൊക്കെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാണെങ്കിൽ അവർ നന്നായിട്ട് തന്നെ ചെയ്യാറുണ്ട് അല്ലെ? ആക്ടിവിറ്റീസ് ഒക്കെ എന്തെങ്കിലും ഇപ്പോ അവരെ കൊണ്ട് നമ്മളിപ്പോ പാട്ട് പാടി കൊടുക്കുകയോ അല്ലെങ്കിൽ കഥ പറഞ്ഞു കൊടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാല് കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, അത് വീണ്ടും വീണ്ടും ആവശ്യപ്പെടും നമ്മളോട്. ടീച്ചർ ഒരു പ്രാവശ്യം കൂടി പറയോ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി പാടുമോ എന്ന് എന്ത് ചെയ്യാറുണ്ട്, കുഞ്ഞുങ്ങൾ ചോദിക്കാറുണ്ട്. ഇതൊക്കെ റെപ്പിറ്റേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ മനുഷ്യരിലുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് എന്ത്, ഇഷ്ടമുള്ള കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, രണ്ട് മനസ്സിലായോ? എന്താണ് കാൽക്കുലേഷൻ എന്ന് മനസ്സിലായോ? എന്താണ് റെപ്പിറ്റേഷൻ എന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? യെസ് മിസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ എന്താണ്? കോൺസെൻട്രേഷൻ ഏകാഗ്രത അല്ലേ? ചില കാര്യങ്ങളില് മനുഷ്യന് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ വലിയവരൊക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ, ചില ആളുകളാണെങ്കിൽ ഫാമിലീസിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫാമിലിയുടെ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. ഇനി ചില ആളുകളാണെങ്കിൽ പ്രൊഫഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക.
അവർക്ക് അവരുടെ ജോലി കഴിഞ്ഞിട്ടേ ഉള്ളൂ വർക്ക് ചെയ്യുന്നത്. ഇനി ചില ആളുകളാണെങ്കിൽ ഹോബീസിനായിരിക്കും എന്ത് കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി മറ്റു ചില വ്യക്തികളാണെങ്കിൽ വെൽത്തിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരിക്കും അവിടെ ലക്ഷ്യം. പിന്നെ മറ്റു ചിലരാണെങ്കിൽ ഹെൽത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ലേ പറയുന്നേ. അതായത് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പോ പലതരത്തിലുള്ള മനുഷ്യരുണ്ട്. അപ്പൊ എല്ലാവരുടെയും ഈ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ടെൻഡൻസി എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിരിക്കണം എന്നില്ല. പലർക്കും പല രീതിയിലാണ്. ഞാൻ പറഞ്ഞു, ചിലർക്ക് ഫാമിലി ആയിരിക്കാം കൂടുതൽ ചിലര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ചിലവരാണെങ്കിൽ പ്രൊഫഷൻ ആയിരിക്കാം, പിന്നെ മറ്റു ചിലർ ഹോബീസ് ആയിരിക്കാം, ഇനി വെൽത്ത് ആയിരിക്കാം, അതുപോലെ ഹെൽത്ത് ആയിരിക്കാം. അങ്ങനെ ആളുകളുടെ സ്വഭാവ രീതി അനുസരിച്ച് എന്ത് വരാം, ഈ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു എന്തിലോട്ടാണ് അവർ ചായുന്നത് ആ ഒരു രീതിയിൽ മാറ്റം വരാവുന്നതാണ്. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് കാര്യം ചെയ്യുന്നെങ്കിലും, ഇപ്പൊ ഏതൊരു കാര്യം നമ്മൾ ജോലി എടുക്കുവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുവാണെങ്കിലോ എന്ത് കാര്യം നമ്മൾ ചെയ്യുവാണെങ്കിലും നമുക്ക് എന്ത് വേണം, എന്താണ് നമുക്ക് വേണ്ടത്? ഒരു ജോലി ചെയ്യുമ്പോൾ എങ്കിൽ മാത്രമാണ് അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക അല്ലെ. കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ ഒരു കാര്യം കൊടുക്കുകയാണ്, ഒരു ആക്ടിവിറ്റി കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അവർക്ക് അതിനകത്ത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് അവര് ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കും അല്ലെ. നേരെ മറിച്ച് അതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അത് അവര് ഫിനിഷ് ചെയ്യോ? നോ ടീച്ചർ. അതുപോലെ തന്നെ നമ്മളുടെ മോഡൽ എക്സാം ഫസ്റ്റ് പറഞ്ഞത് പിന്നെ ഓഫീസ് ടൈം ആ ഒരു ടൈം ആയിരുന്നു. എനിക്ക് തോന്നുന്നു പിന്നെ 2 to 3 എങ്ങാനോ പറഞ്ഞത്. അപ്പൊ ഞാൻ അന്നേരം അന്നൊരു ടീച്ചറോട്, അപർണ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ എന്ത് പഠിച്ചാലും കോൺസെൻട്രേഷൻ ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. നമ്മൾക്ക് പുറത്തു നിന്നുകൊണ്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പം അറിഞ്ഞാലും നമ്മൾക്ക് ആ കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ ചിലപ്പം ആൻസർ തെറ്റിന്ന് വരും. അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അത് നൈറ്റിലേക്ക് മാറ്റിയത്. അതൊരു എന്താ പറയാ, ഇവിടെ ടീച്ചർ ഇപ്പം കോൺസെൻട്രേഷന്റെ പറഞ്ഞതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണെന്ന് പറഞ്ഞതാണ്. അതെ അതെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു കാര്യം ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കുക കേട്ടോ. ഏത് കാര്യമാണെങ്കിലും വലിയവരുടെ കാര്യം എടുത്തായിക്കോട്ടെ, ഇപ്പൊ ഒരാൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ അയാൾക്ക് അതിനകത്ത് കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ അതിനകത്ത് അറിവ് വരും. അതുപോലെ തന്നെ ഒരു കുഞ്ഞിന് നമ്മളൊരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് അതിനകത്ത് കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കുഞ്ഞിന് നല്ല രീതിയിലും ഭംഗിയായിട്ട് അത് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചില ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചില മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ? ഗീത കണ്ടിട്ടുണ്ടോ? സ്കൂളിൽ പോകുന്നതല്ലേ, അപ്പൊ കണ്ടിട്ടുണ്ടാവുമല്ലോ. കളർ കൊടുക്കാൻ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര നല്ല ശ്രദ്ധിച്ച് സ്ലോയില് ചെയ്യുന്നുണ്ട്. അവര് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയാ ചെയ്യുന്നത്. അതെ അല്ലെ. ഇഷ്ടമുള്ള കാര്യവും അതുപോലെ തന്നെ അവര് ഒരു പിടിച്ചിരുത്തുന്ന ഒരു ഫാക്ടർ ഉണ്ട് എന്ത് കാര്യം കൊടുക്കുമ്പോഴും. അപ്പൊ അത്തരത്തില് കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസ്, അത് ജോലി ആയിക്കോട്ടെ പഠനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വർക്കാണ്. വർക്ക് എന്താണ്? പറഞ്ഞിട്ടില്ല ടീച്ചർ. സെൽഫ് കൺട്രോൾ പറഞ്ഞില്ല അല്ലെ. ഓക്കെ പറയാം. സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞാല് നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ചില എന്താ പറയാ നിയന്ത്രണങ്ങളൊക്കെ ആവശ്യമുണ്ട്. സെൽഫ് കൺട്രോൾ ആവശ്യമാണ്. അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ആത്മനിയന്ത്രണത്തോടു കൂടി ചെയ്യാനുള്ള ഒരു കഴിവ് മനുഷ്യനുള്ളൊരു സ്വാഭാവിക ടെൻഡൻസിയാണ്. ഓക്കെ, എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. നമ്മുടെ മൈസെൽഫ് നമ്മുടെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഒരു ക്വാളിറ്റിയാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോ ദേഷ്യം വരുമ്പോൾ അത് അടക്കി വെച്ച് മാന്യമായിട്ട് പെരുമാറുക. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ എന്നോട് ദേഷ്യം തോന്നുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവാം. ഓക്കെ, പറയാൻ പറ്റില്ല, മനുഷ്യന്റെ കാര്യമാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് കൊടുത്തെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എന്നോട് ദേഷ്യം തോന്നാം. പക്ഷെ ആ ദേഷ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് അടക്കി വെച്ചിട്ട് എന്നോട് നിങ്ങൾ മാന്യമായിട്ട് പെരുമാറാം. ഓക്കെ, ദാറ്റ് ഈസ് സെൽഫ് കൺട്രോൾ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടപ്പോ നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഇപ്പൊ ഹസ്ബൻഡുമായിട്ട് എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ വഴക്കിട്ടോന്ന് വിചാരിക്കാം. ഓക്കെ, ഹസ്ബൻഡ് നിങ്ങളെ വളരെയധികം വഴക്ക് പറഞ്ഞു, അതേപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു പറയാൻ പറ്റുമോ? നോ ടീച്ചർ, നെവർ. ഇല്ല അല്ലേ. അതെന്താണ്? അപ്പൊ എന്ത് ടെൻഡൻസിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്?
എന്ത് ടെൻഡൻസിയാ? ആത്മനിയന്ത്രണം. ആത്മനിയന്ത്രണം അല്ലെ, സെൽഫ് കൺട്രോൾ ആണ് അവിടെ പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പോ മനുഷ്യൻ, അതായത് ഓരോ മനുഷ്യനും, ഇപ്പൊ അത് കുഞ്ഞുങ്ങൾക്കായാലും അതെ, അതുപോലെ തന്നെ വലിയ മുതിർന്നവർക്കായാലും അതെ, സെൽഫ് കൺട്രോൾ ഉണ്ട്. ഇപ്പൊ കുഞ്ഞുങ്ങളെ, ഇപ്പൊ ഒരു ടീച്ചർ വന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, സ്റ്റുഡൻസിനെ ടീച്ചർ ചീത്ത പറഞ്ഞു എന്ന് വിചാരിക്കാം. സ്റ്റുഡൻസ് എന്ത് ചെയ്യാറില്ല? ടീച്ചർ ചീത്ത പറയാറുണ്ടോ? വഴക്ക് പറയാറുണ്ടോ ടീച്ചറെ? നോ ടീച്ചർ. ഇല്ലല്ലേ. അവരെന്ത് ചെയ്യുന്നുണ്ട് അവിടെ? കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സെൽഫ് കൺട്രോള് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള ഗെയിമുകൾ കൊടുക്കാണ്, കളികളിൽ ഏർപ്പെടുവാണെന്ന് വിചാരിക്കാം. പിന്നെ എന്താ പറയാ, എന്താ പറയാ, ഒരു ഗെയിംസിൽ, അതായത് എന്തെങ്കിലും സ്പോർട്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഗെയിം, ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിമിൽ ഏർപ്പെട്ടു എന്ന് വിചാരിക്കാം. അപ്പൊ ഗെയിമിൽ എന്തുണ്ട്? ഒരു റൂൾ ഉണ്ടാവും അല്ലെ, ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെ ചെയ്യാവൂ, അതായത് അതിനെ എന്താ നമ്മള് എന്താ പറയാ, അത് തിരുത്താനായിട്ട് പാടില്ല എന്നുള്ളൊരു ഇത് ഉണ്ടാവും ഓരോ ഗെയിംസിലും. അപ്പോ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? അത് ആ ഒരു സ്പിരിറ്റിൽ എടുത്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുണ്ട്. ഓട്ട മത്സരം നടത്തുകയാണെന്ന് വിചാരിക്കാം. ഓട്ട മത്സരം നടത്തുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും, എല്ലാ മക്കളും എന്ത് ചെയ്യാണ്? ഒരുപോലെ തന്നെയാണ് അവിടെ നിയമങ്ങൾ പാലിക്കുന്നത്. അതൊരു സെൽഫ് കൺട്രോളിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ടീച്ചർ, ഞാൻ എന്തും മിണ്ടാതിരിക്കുന്ന വെച്ചാൽ ചിലപ്പോ ആർക്കെങ്കിലും മനസ്സിലാവാതിരിക്കുമ്പോ ഞാൻ മനസ്സിലായി എന്ന് പറയുമ്പോ, അതുകൊണ്ടാണ് ഞാൻ ടീച്ചർ ചോദിക്കുമ്പോ മിണ്ടാതിരിക്കുന്നത് കേട്ടോ ടീച്ചർ. ഓക്കെ, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടം വരെ എടുത്താൽ മതി. സെൽഫ് കൺട്രോൾ വരെ. വർക്ക് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം, ബുധനാഴ്ച പറയാം കേട്ടോ. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ PDF-ലുള്ള തന്നെയുള്ള കാര്യങ്ങളല്ല ഞാനിവിടെ പറഞ്ഞത്. കുറച്ചും കൂടി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. പിന്നെ PDF വായിച്ചു പോവുക കേട്ടോ, മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ ടീച്ചർ. ടീച്ചർ, നമ്മളുടെ മോഡൽ എക്സാമിന്റെ റിസൾട്ട് എപ്പോഴാണ് വരുന്നേ? അതറിയോ? അത് എനിക്കറിയില്ല. അത് ഓഫീസിൽ നിന്നാണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പബ്ലിഷ് ചെയ്യാം എന്തായാലും റിസൾട്ട് കേട്ടോ, നിങ്ങളുടെ ഗ്രൂപ്പിൽ വരും. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ ടീച്ചർ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, താങ്ക് യു. Thank you, miss. താങ്ക് യു. താങ്ക് യു. Thank you, miss.